അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? സമസ്തയുടെ ലക്ഷ്യം എന്താണ്? സമസ്ത സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ച ആദർശം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, സമസ്തക്കാർ ഇന്നും പല കാര്യങ്ങളും വാദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പല തട്ടിലേക്കും പല കോലത്തിലേക്കും പല രൂപത്തിലേക്കുമൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ ഒരു വീഡിയോ കണ്ടു. അതിൽ അദ്ദേഹം നടത്തുന്ന ഒരു അവകാശവാദമാണ്. എങ്ങനെ തോന്നുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ വന്ന് പറയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു വിഭാഗം അന്ത്യദിനം വരെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ദീർഘദർശനം. ആ പരിശുദ്ധമായ വചനത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കപ്പെട്ടത്. പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നും ആ ഒരു വചനത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സമസ്തക്ക് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ എന്ത് അർഹതയാണുള്ളത്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒറിജിനൽ ആദർശം ഇവിടെ നിലനിൽക്കണം. അതൊന്നും പോലും വെട്ടിമാറ്റാൻ അനുവദിക്കില്ല. അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റില്ല. അതിന്റെ തനിമയോടുകൂടി ആ പരിശുദ്ധമായ ആദർശം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഭരണഘടനയിൽ 1ഉം 2ഉമായി എഴുതി ചേർത്തിട്ടുള്ള നമ്മൾ പൂർവികർ. സഹോദരങ്ങളെ, സമസ്തയുടെ ഭരണഘടനയിൽ 1ഉം 2ഉമായി എഴുതി ചേർത്തിട്ടുള്ളത് എന്താണ്? ഒന്നും തന്നെ മതത്തിലേക്ക് കൊണ്ടുവരാനോ അതുപോലെ തന്നെ മതത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റുവാനോ അനുവദിക്കില്ല. അതായത് മഹാനായ നമ്മുടെ നേതാവ് മുത്തുറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച യഥാർത്ഥ ദീനനുസരിച്ച് ആ യഥാർത്ഥ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് സമസ്ത എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ആകത്തുക. എന്നാൽ സമസ്ത അങ്ങനെയാണോ? മഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ച ഒരു ആദർശമാണോ സമസ്ത അന്നും ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? സഹോദരങ്ങളെ, സമസ്തക്കാരും സലഫികളും തമ്മിൽ തർക്കത്തിലുള്ള പല വിഷയങ്ങൾ, ഇസ്തിഗാസ, നബിദിനം ആഘോഷം, അതുപോലെ തന്നെ മരണവീടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ ജുമാ ജമാഅത്ത്, അങ്ങനെ തുടങ്ങി സലഫികളും സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലുള്ള ഓരോ വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇവർ നടത്തുന്ന മജ്ലിസുകൾ, ആത്മീയ സദസ്സുകൾ, ഇവർ നടത്തുന്ന ഉറൂസ് ഉത്സവങ്ങൾ, അങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമുമായി എന്ത് ബന്ധമാണ് ഇതിനുള്ളത്? മഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ച ആദർശമാണ് ഇതൊക്കെ. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയം, മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലുള്ള പല വിഷയങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇസ്തിഗാസ വിഷയം. അത് തന്നെ ഒന്ന് പരിശോധിക്കാം. സമസ്ത എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ്? പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രധാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങൾ. അപ്പോൾ സമസ്ത എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. ഇതാണോ യഥാർത്ഥ ദീനുൽ ഇസ്ലാം? സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പല കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംസാരം, സമസ്തയെ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സംഘമാണ് എന്നാണ് ആര് പറയുന്നത്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയും. ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വിഭാഗം അത് സമസ്തയാണ്. ബാക്കിയൊക്കെ നരകത്തിലാണ്, ബാക്കിയൊക്കെ പിഴച്ചതാണ് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. അത് സമസ്തയുടെ അതേ ആദർശം തന്നെയുള്ള മറ്റൊരു സംഘടനയായാൽ പോലും അതുപോലും ഈ രീതിയിൽ തന്നെ, എന്താ വെച്ചാൽ പ്രവർത്തന രീതിയാണ്, അതനുസരിച്ച് അവരും പിഴച്ചതാണ് എന്നൊക്കെയാണ് അവകാശവാദം. സമസ്തക്കാർ സാധാരണ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് പറ്റിക്കാറുള്ള മറ്റൊരു വാദം എന്താണ്? നമ്മൾ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരൊറ്റ ആദർശത്തിന്റെ ആളുകളാണ്. APEK, സംസ്ഥാന, ദക്ഷിണ, ഉത്തര എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ പറയപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ തന്നെ ആയി കഴിഞ്ഞാലും ഒറ്റ ആദർശത്തിന്റെ ആളുകളാണ്, ഒരൊറ്റ തൗഹീദിന്റെ ആളുകളാണ്, ഒരൊറ്റ സുന്നത്തിന്റെ ആളുകളാണ്, ഒരൊറ്റ ബിദ്അത്തിന്റെ ആളുകളാണ്, ഒരൊറ്റ ഖുറാഫാത്തിന്റെ ആളുകളാണ്, ഒരൊറ്റ
ഷിർക്കിന്റെ ആളുകളാണ് എന്ന രീതിയിലാണ് സമസ്തക്കാർ പറഞ്ഞു നടക്കാറുള്ളത്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അള്ളാഹു തൃപ്തിപ്പെട്ട ഏക സംഘടന അത് സമസ്ത മാത്രമാണ്, ബാക്കിയൊക്കെ നരകത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെയൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സമസ്തയിലെ പിരിഞ്ഞുപോയ പല ഗ്രൂപ്പുകളിൽ നിന്ന് പ്രബല വിഭാഗം എന്നറിയപ്പെടുന്ന APEK വിഭാഗം സെലഫികൾക്കെതിരെയൊക്കെ ഒന്നിച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന സമസ്ത അള്ളാഹു തൃപ്തിപ്പെടാത്ത അതേ ആദർശം പറയുന്ന AP സമസ്തക്കാരെയും കൂട്ടി പരിപാടികൾ നടത്തിയിട്ടുണ്ട് മുജാഹിദുകൾക്ക് എതിരെ. അണികളൊന്നും ഇതൊന്നും വിലവെക്കാറില്ല എന്നാണ് സമസ്തയുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. മുജാഹിദുകൾക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി ഇവർ APയും EKയും ഒക്കെ ഒന്നിച്ച് തന്നെ നിലനിൽക്കാറുണ്ട്. അവിടെയൊക്കെ ഇവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. തൃപ്തിപ്പെട്ട സംഘടന ഏതാണ്? അത് ഈ പറയുന്ന EK സമസ്ത മാത്രമാണ് എന്ന് നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് പറഞ്ഞത്. അതിനിടയിൽ അണികൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുജാഹിദുകളെ നേരിടാനൊക്കെ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഇവരൊക്കെ ഒന്നിച്ചുണ്ടാകുന്ന സമയത്തിന്റെ ആശയം എന്താണ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അന്ന് ആ പറഞ്ഞ ആശയത്തിൽ തന്നെയാണോ ഇന്നും ഇവരൊക്കെ നിലനിൽക്കുന്നത് എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഇവരെന്ത് യഥാർത്ഥ ദീനിന്റെ ആളാണ്, ഇവർ എന്ത് പരലോകം വരെ നിലനിൽക്കുന്ന യഥാർത്ഥ ഹക്കിന്റെ ആളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സമസ്തയുടെ പല വാദങ്ങൾ, പല രൂപത്തിലുള്ള വാദങ്ങൾ ഇതൊക്കെ നിരന്തരം കേൾക്കുന്നതാണ്. ഇസ്തിഗാസ വിഷയത്തിൽ സമസ്തക്കാർ മുമ്പോട്ട് വെച്ച ആശയം, ഇവരൊക്കെ ഒറ്റക്കെട്ടായി ഒരേ ആശയത്തിന്റെ ആളുകളായി മുജാഹിദുകൾക്കൊക്കെ എതിരെ മറുപടിയൊക്കെ പറയുമ്പോൾ ഒരേ ആശയത്തിന്റെ ആളുകളായത് കൊണ്ടാണല്ലോ മുജാഹിദുകൾക്കെതിരെ ഒറ്റക്കെട്ടായി മറുപടി പറയുന്നത്. ഇങ്ങനെയൊക്കെ മറുപടി പറയുമ്പോൾ സമസ്ത EK വിഭാഗത്തിന്റെ ഒരു പണ്ഡിതൻ പറയുന്ന ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു സംസാരമുണ്ട്, അതൊന്ന് കേൾക്കും. ആരും അള്ളാഹ് വിശ്വസിക്കുന്നില്ല, അള്ളാഹ്ക്ക് തുല്യമെന്നും വിശ്വസിക്കുന്നില്ല. അല്ല കൊടുത്ത കഴിവുള്ള മഹാൻ എന്നെ മഹാന്മാരെ കുറിച്ച് എന്താണ് ഇവരുടെ വാദം? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നമ്മളെ സഹായിക്കും, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. അവരൊക്കെ അള്ളാഹു ആണ് എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഒരു വാദം പേരോടിനുണ്ടോ? അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനൊരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്, അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത് ഈ കൊടുത്ത കഴിവ് എന്ന വാദം അത് ശരിയല്ല എന്നാണ്. നേരത്തെ EK സമസ്തയുടെ മുസ്ലിയാർ പറഞ്ഞത് കൊടുത്ത കഴിവ് എന്നാണ്. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് നമ്മളെ സഹായിക്കും. എന്താണ് ഈ കൊടുത്ത കഴിവായാലും കൊടുക്കുന്ന കഴിവായാലും? സഹോദരങ്ങളെ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകമാണ്. CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരാണ് ഔലിയാക്കൾ എന്ന PK മുഹീദ്ദീൻ മുസ്ലിയാർ അണ്ടോണ എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്താണ് പണ്ഡിതന്മാർ വിവരിച്ചത്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനും ഒക്കെയുള്ള കഴിവ് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതാണ് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. ഏതിനെ കുറിച്ച്? ഇഷ്ടദാസന്റെ കയ്യും കാതും ഞാനാകുമെന്ന് അള്ളാഹു ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബുഖാരിയുള്ള ഹദീസ് കാണിച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ട് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്ന് അള്ളാഹു ആണ്. ഈ ഒരു വാദം ഉന്നയിച്ച ആളുകളാണ് സമസ്തക്കാർ. ഇതേ കാര്യം തന്നെ ഇതേപോലെ ജീലാനി എന്ന് പറയുന്ന പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഇതേ ഹദീസിനെ തന്നെയാണ് അവർ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ മുകളിൽ കൊടുത്തിട്ട് ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകും. ബുഖാരിയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്. ഈ ഹദീസിൽ അത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താലയാണെന്നല്ലോ, അത് അസംഭവ്യമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ ചില ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. ഈ ഒരു വാദം ആർക്കുണ്ട്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് ഈ വാദമുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന വാദക്കാരായിരുന്നല്ലോ സമസ്തക്കാർ. ഇന്ന് ആ വാദത്തിലാണോ സമസ്തക്കാർ ഉള്ളത്? നമ്മളിപ്പോൾ കാണുന്നത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഫത്താവ മുഹീസുന്ന എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ പറയുന്നത് മോദീഷയ്ക്ക് രക്ഷിക്കണേ, ബദരീങ്ങളെക്കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കോ. ഉത്തരം അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്താണ് അവിടെ കൊടുത്തിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും
അവൻ്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു. അതിൻ്റെ അർത്ഥം അവിടെ കൊടുക്കുകയാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ തന്നെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, അതിന് തെളിവുണ്ട് എന്നാണ് ഇവിടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇവരൊക്കെ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് തന്നെയാണല്ലോ പല സംവാദങ്ങൾ നടന്നത്. അങ്ങനെയുള്ള കൊട്ടപ്പുറം സംവാദത്തിൽ സമസ്തയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെഴുതിയ പുസ്തകം കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം തിരൂർ ഇസ്ലാമിക സാഹിത്യ സംഘം പുറത്തിറക്കിയ പുസ്തകമാണ്. OM തരുവണ എന്ന് പറയുന്ന ഒരു ആളാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്താണ് ഇതിൽ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി എന്നാണ് പറയുന്നത്. അതായത് മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിരവധി ആയത്തുകൾ ഓതിയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ആയത്തോതി ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഇവിടെ ആര് പറയുന്നത്? ഈ പറയുന്ന കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആൾ അവകാശവാദം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, സമസ്തക്കാർ പറഞ്ഞ് എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആഷിം നെയ്മി എഴുതിയ വഴിപിഴഞ്ഞവർക്ക് ഇതെന്തു പറ്റി എന്ന് പറയുന്ന പുസ്തകം, അതിൽ പറയുന്നത് ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കുട്ടി. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി എന്നൊക്കെയാണ്. അതായത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നൊക്കെ സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ സമസ്ത വാദിക്കുന്ന വാദം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും, അള്ളാഹുവോട് മാത്രമല്ല അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് സമസ്ത ആ ഒരു മേഖലയിലാണോ ഉള്ളത്? ഈ പറയുന്ന വാദങ്ങൾ ഇപ്പോൾ ഇസ്തിഗാസവാദത്തിൻ്റെ പേരിൽ ഒരുപാട് സംവാദങ്ങളും ചർച്ചകളും ഖണ്ഡനങ്ങളും ഒരുപാട് ഇന്നും സോഷ്യൽ മീഡിയയിലടക്കം നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു ഇസ്തിഗാസവാദം സമസ്തക്കാർ ഇന്ന് വലിയ പുണ്യവും കണക്കാക്കുന്നുണ്ട്. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന അതിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അമ്പലക്കട ഹമീദ് ഫൈസി ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഒരു പുണ്യം കിട്ടുന്ന കാര്യമൊന്നും അല്ല ഈ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നിട്ടോ ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താണ്? അദ്ദേഹം പറയുന്നു,
ഇത് ബെൻസ് കാറ് പോലെയാണ് എന്നൊക്കെയാണ്. ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞതാണ് ബെൻസ് കാറിൽ പോകുന്നതിന്റെ സുഖം, അതുപോലെ തന്നെ സാധാ ലോക്കൽ KSRTC ബസ്സിൽ പോകുമ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ടല്ലോ എന്നതുപോലെയാണ് എന്നാ പറഞ്ഞത്. ഇവിടെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ ഏത് ഗണത്തിലാണ് പെടുക? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പുണ്യം കിട്ടില്ലേ? അതൊക്കെ ഇദ്ദേഹം മറച്ചു വെച്ചിട്ടാണ് ഈ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണ സഹിതം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. ആരോട് ചോദിക്കുന്നു? അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന രൂപത്തിലാണല്ലോ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. ഇതൊക്കെ എന്ത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് ഇദ്ദേഹം ഈ സംസാരിച്ചു വെച്ചത്? ഇതാണോ യഥാർത്ഥ ദീനുൽ ഇസ്ലാം? ഇതാണോ യഥാർത്ഥ ഹക്കുൽ ഇസ്ലാം? അതേപോലെ സമസ്തയുടെ പല വാദങ്ങൾ നമ്മൾ നേരത്തെ കേട്ടല്ലോ. ജീലാൻ എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ CS മരണിക എന്ന് പറയുന്ന പുസ്തകവും ഒക്കെ ഖിയാമത്ത് നാൾ വരെ യഥാർത്ഥ ദീനുൽ ഇസ്ലാം അനുസരിച്ച് നിലനിൽക്കും എന്ന് പറയുന്ന സമസ്ത ഇന്ന് നിലനിൽക്കുന്നത് ഏത് വാദത്തിലാണ്? മരിച്ചുപോയ മഹാന്മാരെ കുറിച്ച് ഇവർ പറഞ്ഞു വെച്ചത് എന്താണ്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്നൊക്കെയാണല്ലോ വാദിച്ചിരുന്നത്. ഇവര് വലിയ ദർജയിലെത്തിയ മഹാന്മാരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറല്ല ചെയ്യാറുള്ളത്. അവർ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം നിൽക്കുന്നു എന്നൊക്കെയാണല്ലോ UK മജീദ് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്പൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുതുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷേ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യുക. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മു അച്ചേൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുറിയ, അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ, ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാൻ എന്നേ പറയൂ. ആ ഞാൻ അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട, ഞാൻ ബാത്തിലാക്കി, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആയിക്കോട്ടെ എന്നാണ് ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി പറയുന്നത്. ഇതൊന്ന് കറാമത്തല്ലേ? പിന്നെ ഏതാ കറാമത്ത്? എവിടെ നിന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ശൈഖുന നേടിയെടുത്തത്. വെറുതെ അല്ല. രോഗം വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അതൊക്കെ നമുക്ക് നീക്കിത്തരേണ്ടത്, രോഗശമനം നൽകേണ്ടത് അള്ളാഹു ആണെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ പരിഹസിച്ചവർ ഇന്ന് അവരൊക്കെ എവിടെയാണുള്ളത്? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആ പഴയ വാദങ്ങളൊക്കെ മാറ്റി പറയുന്ന ഒരു രംഗം നമുക്ക്. അള്ളാഹുവാണ്, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ?
നമ്മൾക്ക് റസൂലുള്ള തന്നെ പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. മുജാഹിദുകളെ ആദർശപരമായി നേരിടാൻ വേണ്ടി ഒന്നിച്ചു വരുന്ന ഒരേ ആദർശത്തിന്റെ ആളുകളാണ് ഇവരൊക്കെ. ഇവർ പറഞ്ഞു വെക്കുന്ന വാദങ്ങൾ അന്നെന്താണ് പറഞ്ഞത്, നമ്മളെന്താണ് നേരത്തെ വായിച്ചത്, ഇന്നെന്താണ് ഇവർ പറയുന്നത്. ഇവരാണ് യഥാർത്ഥ ദീനനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പോകുന്ന സംഘടന എന്നാണ് അവകാശവാദം. ഒറ്റക്കെട്ടാണ് എന്നാണ് ഇവരുടെ വാദം. ഒരേ ആദർശത്തിന്റെ ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഈ രീതിയിൽ സംസാരം കേൾക്കുന്നത്. പണ്ട് എന്താണ് ഇവർ പറഞ്ഞു വെച്ചത്, എന്താണ് എഴുതി വെച്ചത്, ഇന്ന് എന്താണ് അവർ പറയുന്നത്, ഏത് അവസ്ഥയിലാണ് ഇവർ ഉള്ളത്, ഇവരാണ് എന്നിട്ട് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇവർ സമസ്ത രൂപീകരിച്ചത് ഇന്നതിന് വേണ്ടിയാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന യഥാർത്ഥ ദീനനുസരിച്ചാണ്. ഇവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സംഘമാണിവർ. എന്തൊക്കെ അവകാശവാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്നാൽ സമസ്തക്കാർ അന്ന് പറഞ്ഞ അതേ ആദർശത്തിലാണോ ഇന്നും അവരുള്ളത്? ഒരിക്കലുമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇവിടെ അമ്പലക്കടവ് അമീദ് ഫൈസിയെ പോലെയുള്ള ആളുകൾ വന്നുകൊണ്ട് മൈക്കിലൂടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള അർഹതയും കൂടി ഉണ്ടോ എന്ന് ഇവർ പരിശോധിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് പല കോലത്തിലും ദീൻ പറയുന്ന പുരോഹിതന്മാർ, പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിതന്മാർ, ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ് പാവപ്പെട്ടവരെ പറ്റിക്കുന്ന പുരോഹിതന്മാർ, പലതും ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടിയവർ, മഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ച യഥാർത്ഥ ദീനിന് തീർത്തും വിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ, അവർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പലതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.